ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഷിമീസ് ഫാഷൻ വേൾഡ്. അപ്പോൾ ഇന്ന് നമ്മളിങ്ങനെ ഈവനിങ് ഒരു സ്നാക്കൊക്കെ കഴിച്ചിട്ട് അങ്ങനെ ഇരിക്കുന്ന സമയത്തായിരുന്നു പുറത്തോട്ടൊന്ന് നമുക്ക് പോകാമെന്നുള്ളൊരു ജസ്റ്റ് നമ്മളിങ്ങനെ വിചാരിച്ചത്. അപ്പോൾ അങ്ങനെ ഞാൻ കുറേ നാൾ കൊണ്ട് വിചാരിക്കുകയാണ്, നമ്മൾ അൽഖബനീജ് ലാസ്റ്റ് എക്സിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടേക്ക് പോകണമെന്ന് ഒരുപാട് വിചാരിച്ചു. അപ്പം നമ്മൾ എന്തായാലും വീട്ടിൽ നിന്ന് ഇങ്ങനെ തിരിച്ചു. അപ്പോൾ നേരെ ഹസ്ബൻഡിൻ്റെ ഒരു ഫ്രണ്ടിനെയും കൂട്ടിയാണ് പോവേണ്ടത്. അപ്പോൾ നമ്മൾ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കൂട്ടി, ഫ്രണ്ടും ഫാമിലിയും ഉണ്ട് ഇവിടെ. അപ്പോൾ അവരെയൊക്കെ കൂട്ടിയിട്ട് നേരെ നമ്മൾ അൽഖബനീജ് ലാസ്റ്റ് എക്സിറ്റിലേക്ക് എത്താറായി കേട്ടോ. അത് കുറച്ച് തിരക്കുള്ള സമയമാണ്. അപ്പോൾ അങ്ങനെ എത്തിയായിരുന്നു. ഒരു നല്ലൊരു വൈബുള്ള സ്ഥലമാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ നല്ലൊരു വൈബാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് തന്നെ നമുക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ഥലം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പാർക്കിംഗ് ഇവിടെ എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് വണ്ടിയുണ്ട്, അതുകൊണ്ട് നമുക്ക് പാർക്കിംഗ് കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്കൊരു ഇതുണ്ടായിരുന്നു. കാരണം ഡൂവിൻ്റെ ഒരു പാർക്കിംഗ് അപ്പുറത്തെ സൈഡാണ് നമുക്ക് കാണിച്ചു തന്നത്. പക്ഷേ ഇവിടെ നമുക്ക് സേഫായിട്ട് നമുക്ക് പാർക്ക് ചെയ്യുന്നത് ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് കിട്ടി. അപ്പോൾ അങ്ങനെ ഗൈസ് നമ്മൾ പാർക്കൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇറങ്ങിയാണ്. അപ്പോൾ നോക്കി ഗൈസ്, എന്ത് നല്ലൊരു ബ്യൂട്ടിയാണ് കേട്ടോ. നമുക്കൊരു നല്ല വൈബും പിന്നെ കുറച്ചൊരു ലേക്ക് പോലത്തെ ഒരു സംഭവമുണ്ട്. ഒരു ക്രീക്ക് മാതിരിയൊക്കെ ഉള്ളൊരു സംഭവമാണ്. പിന്നെ ലൈറ്റ്സിൻ്റെയൊക്കെ അറേഞ്ച്മെൻറ്റൊക്കെ ഒരുപാടുണ്ട്. അതുപോലെ ഫുഡ് ട്രക്സാണ് ഇവിടെ. ഇപ്പം വെസ്റ്റേൺ ടൈപ്പിലുള്ള ഫുഡ് ട്രക്സാണ് ഇവിടെ കൂടുതൽ ഹൈലൈറ്റ് ഉള്ളത്. പല വെറൈറ്റി ആയിട്ടുള്ള മോഡേൺ ഫുഡ് ഐറ്റംസാണ് ഇവിടെ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ കിഡ്സിനെയൊക്കെ പറ്റിയ, അതായത് കളിക്കാൻ പറ്റിയ കുറേ സംഭവങ്ങൾ ഇവിടെയുണ്ട്. നോക്കി ഗൈസ്, നമുക്ക് റീൽസും ടിക്ടോക്കൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. അതിൻ്റെ ഒരു വെറൈറ്റി ആയിട്ടുള്ള അനുഭവംസ് ഉണ്ട് അവിടെ. നമുക്കിങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ഹാപ്പിനെസ് പ്ലേസാണ്. നമുക്ക് ഈവനിങ് ഒക്കെ ഇങ്ങനെ എന്താ പറയുക, ഒരു ഈവനിങ് നമുക്കിങ്ങനെ ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. അപ്പം നമ്മളവിടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ എടുത്തായിരുന്നു. അതിൻ്റെ കൂടെ റീൽസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു റീൽസ് എടുത്തു. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ നേരെ കുറേ നടന്നു കേട്ടോ. അതിൻ്റെ ചുറ്റും ഇങ്ങനെ നടക്കാം. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ഒരുപാട് ഇതുപോലെ ഇങ്ങനെയുള്ള, അതായത് ബോട്ട് ഇങ്ങനെ കിടക്കുന്നതും, പിന്നെ അതുപോലെ തന്നെ ഓൾഡായിട്ടുള്ള കാർക്ക് ഇങ്ങനെ പിന്നെ ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ടുള്ള, അതായത് ഒരു ജസ്റ്റ് ഒരു നമുക്ക് ഭംഗിക്കൊക്കെ വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയ സ്ഥലമാണ്. നിങ്ങൾ എന്തായാലും മസ്റ്റ് വിസിറ്റുള്ള പ്ലേസാണ്. നോക്കി ഗൈസ്, ഒരുപാട് കോഫി ഷോപ്സൊക്കെ ഇഷ്ടംപോലെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ പ്രോമിസ് ബ്രിഡ്ജ് എന്ന് പറഞ്ഞിട്ടൊരു ബ്രിഡ്ജുണ്ട്. അപ്പോൾ ഇവിടേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നമ്മൾ മീൻസ് ഇങ്ങനെ രണ്ടുപേർ തമ്മിലുള്ള ഒരു റിലേഷൻസ് ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് വാലൻറ്റൈൻസ് ഡേനും അതിനും മറ്റും ഇവിടെ വന്നിങ്ങനെ ലോക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ എന്താ പറയുക, ലവ് ദൃഢമാകാനും അത് എന്താ പറയുക, അത് നല്ലതായിട്ട് നടക്കാനൊക്കെ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഒരുപാട് റീൽസൊക്കെ ചെയ്യാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഞാൻ കുറേ റീൽസൊക്കെ ചെയ്തു. അതുപോലെ ഇവിടെ തന്നെ സ്പിന്നീസ് എന്ന് പറഞ്ഞിട്ടൊരു ഹൈപ്പർ മാർക്കറ്റ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അകത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് കയറി ഫുഡോ എന്തെങ്കിലും മേടിക്കാൻ പറ്റും. ഫുഡ് മാത്രമല്ല, നോർമലായിട്ടുള്ളത്. പിന്നെ എല്ലാ സൗകര്യവും ഉണ്ട് കേട്ടോ. പ്രെയർ റൂംസ് ഉണ്ട്, വാഷ്റൂംസ് എല്ലാം അവൈലബിൾ ആണ്. പിന്നെ അതുപോലെ തന്നെ ബൊഗെയിൻ വില്ലയുടെ ഇതിലേക്ക് അവരൊരു ജസ്റ്റ് ഇങ്ങനെ ഒരു സംഭവം കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ അകത്തൊക്കെ കയറി നമുക്ക് നല്ല രസമാണ്. അതിൻ്റെ അകത്ത് കയറി റിലാക്സൊക്കെ ചെയ്യാൻ പറ്റിയതാണ്. നല്ല ഭംഗിയായിട്ടാണ് അവർ ആ ഒറിജിനൽ ബൊഗെയിൻ വില്ലയൊക്കെ വെച്ചിട്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ ഗൈസ്.
അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കുറേയൊക്കെ നേരം നമ്മളിങ്ങനെ വിശ്രമിച്ചു. Okay guys, anyway, bye bye, please subscribe my channel. Bye, thank you.